ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടിയത് ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു. കാരണം നെയ്മർ വേൾഡ് കപ്പിൽ വേണം എന്നുള്ളത് നെയ്മറുടെ ആരാധകർ മാത്രമല്ല, ഫുട്ബോൾ ലോകം ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്നു. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇതേക്കുറിച്ച് ടോണി ക്രൂസ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് നെയ്മറുടെ ടാലന്റിന് വേണ്ടത്ര പ്രശംസകൾ ആളുകളിൽ നിന്നും ലഭിച്ചിട്ടില്ല. പലപ്പോഴും നെയ്മറുടെ ടാലന്റ് ആളുകൾ തിരിച്ചറിയാതെ പോകുന്നു എന്നാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത്. നെയ്മറെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ ഫുട്ബോളിലെ ഒരു ജീനിയസ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട് ആസ്വദിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് നെയ്മർ. ആളുകൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ടാലന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാറില്ല. വേണ്ടത്ര അഭിനന്ദനങ്ങൾ ആളുകളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കാറില്ല. അദ്ദേഹം ശാരീരികമായി പൂർണ്ണ ഫിറ്റ്നസോടെ ഇരിക്കുകയാണെങ്കിൽ ഏത് ടീമിലും വലിയ ഇമ്പാക്റ്റും അതുപോലെ തന്നെ ഡിഫറൻസും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇതാണ് ടോണി ക്രൂസ് നെയ്മറെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നെയ്മർ ജൂനിയർ വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ഒരു താരമാണ്. ഫുട്ബോൾ ജീനിയസ് ആണ്. ഏത് ടീമിലാണെങ്കിലും നെയ്മർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. ശാരീരികമായി ഫിറ്റ്നസ് മാത്രമാണ് നെയ്മർക്ക് ആവശ്യം എന്നാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സമീപകാലത്ത് നെയ്മർ ഫിറ്റ്നസ് കൈവരിച്ചിരുന്നു. നിലവിൽ ചെറിയ ഒരു പരിക്കിന്റെ പ്രശ്നമുണ്ട്, പക്ഷെ അത് അധികം വൈകാതെ ഓക്കെ ആകും എന്നാണ് സാന്റോസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പറയുന്നത്. വേൾഡ് കപ്പിന് പൂർണ്ണ ഫിറ്റ്നസോട് കൂടിയായിരിക്കും നെയ്മർ ജൂനിയർ എത്തുക. മികച്ച പ്രകടനം ആരാധകർ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.